അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ ചെറിയ കുട്ടികളുടെ പിന്നാലെ നായ ഓടുന്നതും ഒരുപാട് കൂട്ടം കൂടിയിട്ട് നായകൾ കുട്ടിയുടെ പിന്നാലെ ഓടുന്നതും അതുവഴി കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ള പല വീഡിയോകളും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും ഒരു ബോധവുമില്ലാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. എന്നാലും ഇപ്പോഴും ബോധമില്ലാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നായകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പെരുകിയിട്ട് കൂട്ടത്തോടു കൂടി തന്നെ 5ഉം 6ഉം നായകളൊക്കെ പല സ്ഥലത്തും തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെ മദ്രസയിലേക്കൊക്കെ രാവിലെ പറഞ്ഞയക്കുന്ന സമയത്തായിരിക്കും ഇവർ ഒരു പക്ഷേ പിന്നാലെ ഓടുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ഒന്നുകിൽ കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടാക്കുന്നത്, മദ്രസയിലേക്ക് ആ സമയത്ത് പക്ഷേ അങ്ങാടികളും റോഡിലൊന്നും ആരും ഉണ്ടാവില്ല, കാരണം 6:30-7 മണി സമയത്താണ്. അപ്പോൾ ഒറ്റക്ക് ഒരിക്കലും, അതിനിപ്പോൾ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 12-13 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും ഒറ്റക്കൊരിക്കലും കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കരുത്. തൊട്ടടുത്ത വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയും കൂടെ കൂടി പറഞ്ഞയക്കുക. ഒരു 2-3 കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത് ഒരുപാട് സംഭവങ്ങൾ, തുടർച്ചയായിട്ട് കുട്ടികൾ ഇതുപോലെ നായകൾ പിന്നാലെ കൂടി കുട്ടി പേടിച്ചു. ഈ നായകൾ പിന്നാലെ കൂടിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പല വീഡിയോകളും കാണുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞു കൊടുക്കും, ഒക്കെ ശരി തന്നെയാണ്. ഈ ചെറിയ മക്കൾക്ക് അതൊക്കെ ആ സമയത്ത് നായ പെട്ടെന്ന് മുന്നിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു സംഭവങ്ങളും കുട്ടികൾക്ക് ഓർമ്മ വരില്ല. അവർ ചെറിയ മക്കളാണ്. ഏത് ചെറിയ കുട്ടിയും പേടിക്കും. ആ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അത് മുഖേന പല ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് ഉണ്ടാവും. ആ പ്രായമാണ് അവരുടേത്. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് ഒന്നുകിൽ കുറച്ച് ആളുകളുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ കുട്ടികൾ അവിടുന്ന് ഒറ്റക്കാണ് പറഞ്ഞയക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മദ്രസ വരെ കുട്ടികളെ പറഞ്ഞയക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദുമാരും അതുപോലെ തന്നെ മദ്രസ ഉസ്താദുമാരും അതുപോലെ തന്നെ അധ്യാപകർ, സ്കൂളിലെ ടീച്ചർമാരൊക്കെ കുട്ടികളോട് പ്രത്യേകം പറയണം, ഒറ്റക്കാരും വീട്ടിലേക്ക് നടന്നു പോകരുതെന്നുള്ളത്. ഒരുപാട് കുട്ടികൾ ബസ്സിലാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരുപാട് കുട്ടികളെ കയറ്റി കൊണ്ടുപോകുന്ന സ്കൂൾ വണ്ടികളുണ്ടോ, അതിലൊക്കെയാണ്. അല്ലാതെ ഒറ്റക്ക് പോകുന്ന കുട്ടികളോട് പ്രത്യേകം പറയാം. ഒറ്റക്ക് പോകുന്നവർ അവരുടെ ഭാഗത്തേക്കുള്ള കുട്ടികളുമായി ഒരുമിച്ച് പോകാൻ അധ്യാപകർ പ്രത്യേകം കുട്ടികളോട് പറയണം. കാരണം ഒരു 4-5 കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ നായകൾ വല്ലാതെ ഒന്നും ചെയ്യില്ല. മാത്രമല്ല കുട്ടികൾക്ക് പ്രത്യേക ധൈര്യം ഉണ്ടാവും. ഒറ്റക്കാകുന്ന സമയത്ത് പെട്ടെന്നൊരു നായ ഒരു വളവിലൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, കുട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു നായ പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ കുട്ടി എന്തായാലും പേടിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും കുട്ടിക്ക് നായ പെട്ടെന്ന് ഓടരുത്, കല്ലെടുക്കണം, ഇതൊക്കെ നമുക്കിതൊക്കെ പറയാൻ കഴിയും. ചെറിയ കുട്ടികളുടെ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉറപ്പായിട്ട് പേടിക്കുന്നു മാത്രമല്ല തിരിഞ്ഞ് ഓടുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ തടഞ്ഞ് വീണ്ടും അപകടങ്ങളുണ്ട്. ഈ നമ്മളിപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ പല വീഡിയോയിലും കാണുന്നുണ്ട് കുട്ടികൾ ഓടുന്നതൊക്കെ. പക്ഷേ ഇത് ഒരുപാട് കാണാത്ത ഒരുപാട് സംഭവങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാത്ത ഇതുപോലെ കുട്ടികൾക്ക് പല അപകടങ്ങളും പറ്റുന്ന പല സംഭവങ്ങളുണ്ട്. ഇങ്ങനെ പേടിച്ച കുട്ടികൾക്ക് ഒരുപാട് കാലം അവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ പേടിച്ചിട്ട് പനിക്കുന്ന കുട്ടികളുണ്ട്. അത് മുഖേന വലിയ മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇനി നായ കടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും നമ്മൾ ഈ രൂപത്തിൽ കുട്ടികൾ, അതുപോലെ തന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളെ പീടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങളന്ന് ഒറ്റയ്ക്ക് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സമയത്ത് നായകൾ പിന്നാലെ കൂടും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ സൗകര്യം ഉണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ എല്ലാ കടകളിലും ഹോം ഡെലിവറി ഉണ്ട്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കി തരും, വീട്ടിൽ കൊണ്ടുതരും സാധനങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ. അതിന് സൗകര്യമുള്ള കടക്കാർക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, പറ്റാത്തവർക്ക് കൊടുക്കേണ്ട ഓർഡർ. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു 4 കട ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഹോം ഡെലിവറി ഉണ്ടാവും. ഉള്ളവർക്ക് വിളിച്ചോ. ചെറിയ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് പീടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കുക, ഒറ്റയ്ക്ക് മദ്രസയിലേക്ക് അയക്കുക, ഒറ്റയ്ക്ക് സ്കൂളിലേക്ക്. ഈ സിസ്റ്റം മാറ്റണം. കുട്ടികൾക്ക് സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നായകൾ പിന്നാലെ കൂടുന്നത്. 4-5 നായകളൊക്കെയാണ് ഒരു കുട്ടിയുടെ പിന്നാലെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പോലും ഞാൻ കേട്ടത്. അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേക രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക.